പേര് പരുന്ത അന്ത പരുന്ത കീഴിൽ 100 പസങ്ക. നിങ്ങളാണോ വരുന്നേ? ഓക്കെ, അടുത്തതായി ടീം പൊളപ്പൻസ്, വാറ്റുഗോഗു, രായൻ, നിഞ്ച അടങ്ങിയ ടീം പൊളപ്പൻസ്. വെൽക്കം. നമ്മൾ ആദ്യം പറഞ്ഞത് കേട്ടിട്ടെ എല്ലാവന്മാരും മറ്റേ കോട്ട് സൂട്ട് ഇട്ട് കോട്ട് സൂട്ട് ഇട്ട് കേട്ടാ, മറ്റന്മാര് മാത്രം. അവന്മാര് പക്ഷെ ഗ്യാങ് ഡ്രസ് ഇട്ടോണ്ട് വന്ന് വിളിച്ചിട്ട് പോയി. വിളിച്ചിട്ട് വെയിറ്റർമാരാ. ഇതാണ് ശരവണ ഭവൻ. ഇത് ഫ്ലോപ്പാ, എനിക്ക് വലിയ ഹോപ്പില്ല. ഇതൊരു ഹോപ്പില്ല. പൂണ്ടി ഉള്ളിത്തൈലോ ആണോ? ഹലോ 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 ഹലോ, ഹൈഡ് സ്ക്രീൻ കൊടുത്താ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വെക്കോ, കേൾക്കുന്നില്ല. ഡോക്ടേഴ്സ് ആണോ? തിരിഞ്ഞിരിക്കണേ വാറ്റെ. ഹലോ, കേക്കാം. ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വെച്ചോ. Please introduce yourself. Thank you, judges, for giving us the opportunity to introduce our business to you, wonderful judges. അപ്പൊ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മീറ്റ് മിസ്റ്റർ നിഞ്ചു, ബീറ്റ് മിസ്റ്റർ രായു, ബീറ്റ് മിസ്റ്റർ വാറ്റു. അപ്പൊ ആദ്യം തന്നെ നമ്മള് പ്രിപ്പയർ ചെയ്ത് വന്നത് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഒരു പ്രശ്നം പറ്റി, നമ്മള് വേറൊരു ടീം നമ്മുടെ ഒരു ഐഡിയ ചെറുതായിട്ട് ഇവിടെ അത് നമ്മള് അത് കറക്റ്റിൽ കൊണ്ടുവരാം, മനസ്സിലായി? അപ്പം very very different, so please one second. ഈ ചുവന്ന തലമുടിയുള്ള ആളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കണേ, ഇന്ററപ്റ്റ് ചെയ്യല്ലേ പറയുന്ന ആളെ. sorry, it's my business partner, he can talk. Sorry. Okay, മനസ്സിലായി. I know. You continue Vatu. No. നമ്മൾ അപ്പൊ നിങ്ങൾ പറയൂ വാറ്റു. പറഞ്ഞോ. അപ്പൊ നമ്മള് തുടങ്ങുവാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ ജഡ്ജിന്റെ അടുത്ത്, നമ്മൾ ഇപ്പോ നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് പ്രശ്നമായിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഏറ്റവും വലിയ അതങ്ങനെ പൊതുസഭയിൽ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും എന്തായാലും ഇവനെ പോലത്തെ കോ ലീഡേഴ്സിനെ ആണ് എനിക്ക് രായന ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ രായന അങ്ങനെ പറഞ്ഞ ഒരു ആവശ്യമില്ല, അവനിപ്പ ഇല്ല. അത് സാറിന്റെ കൈ എടുക്കുമ്പോ എടുക്കണമായിരുന്നു. അത് വേറെ അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ആരെ കളിപ്പിക്കണം എന്നാണ് പ്രശ്നം. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുതരാം. അപ്പോ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് പ്രശ്നം നമ്മുടെ ഗ്യാങ്ങിന് പറയട്ടെ. അപ്പോ ഞാൻ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ തുടങ്ങിയിട്ട് നമുക്ക് അതിലോട്ട് വരാം. എങ്ങനെയാണ്? അപ്പൊ നിഞ്ചു അപ്പൊ സ്ക്രീൻ വന്നില്ലേ? ഇത് ജഡ്ജസിനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. നമുക്ക് ഈ ബിസിനസ് ചേർത്തിയാൽ ഞാൻ ഇൻട്രസ്റ്റ് ആണ്, ഞാൻ എടുത്തോളാം. ഇതെന്താ ബിസിനസ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്? മനസ്സിലായി ധാരണയുണ്ട്. ലിങ്ക് മാറിപ്പോയതാണ്, ക്ഷമിക്കണേ. You and who else? You're all just mad you didn't think of it first. You and who else? You're all just mad you didn't think of it first. ഇപ്പൊ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രശ്നക്കാരായ ബൊബ്ബോയും കണ്ണാപ്പിയൊക്കെ എന്നും രാവിലെ കേറും, വൈകിട്ട് കയറും, ഉച്ചയ്ക്ക് കയറും. നമ്മൾ ചോറ് കഴിക്കുന്ന പോലെയാണ് അവർ വള്ളി പിടിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ വള്ളി പിടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോണം അവരുമായിട്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യണം. ഗണ്ണ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ എന്താ? നമുക്ക് കുഴപ്പമില്ല, എതിരെ വരുന്നവര് ചത്തിട്ട് വേണമെങ്കിൽ ഗണ്ണ് പോവാം,
ഡ്യൂറബിലിറ്റി പോവാം. അത് എല്ലാ സൈഡിലും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി കൂടുതലും നമ്മളെ മെയിൻ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി. സോ നമ്മുടെ ഒരു ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറബിലിറ്റി ആണ്. സെക്കൻഡ് കൺസേൺ എന്ന് പറയുമ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ നിഞ്ചു? അപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? കണ്ടില്ലേ? നിങ്ങളെ കണ്ടില്ല, ശ്രദ്ധിച്ച് കണ്ടില്ല. ഒന്നും പ്ലേ കൊടുത്തേ. ചന്ദ്ര സൂക്ഷിച്ചാണ്ടാ, സൂക്ഷിച്ചോടാ. നീയാണ് തോക്കെടുത്ത് നടക്കുന്നത്, മനസ്സിലായില്ലേ? ഗ്യാങ് ഹൗസിൽ നിന്ന് തോക്ക് കെട്ടിയിട്ട് പൈസ വാങ്ങിക്കുന്ന നീ. മനസ്സിലായി, ഇപ്പൊ കാര്യം മനസ്സിലായ? ഇതെന്താ ഇത്? ഇത് സത്യം പറഞ്ഞാൽ ഇത് കട്ടോണ്ട് പോണതാണെങ്കിലും അതല്ല നമ്മുടെ കൺസേൺ. ഈ ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് വെളിയിൽ സിറ്റിസൺസിന് പോയി വിറ്റ് സ്കാം ചെയ്യുന്നവരാണ് കൂടുതൽ നമ്മുടെ എല്ലാ ഫാമിലീസിലും നമ്മൾ കണ്ടുവരുന്നത്, മനസ്സിലായില്ലേ? അതൊരു മെയിൻ കൺസേൺ ആണ്. ഓക്കെ, സോ ഇത് ഞാൻ പറയാം. അതായത് ഇത് ഇനി ഇങ്ങനെ വിൽക്കണതൊക്കെ കണ്ടു കഴിഞ്ഞാ മിസ്റ്റർ എക്സിലുള്ളവര് കണ്ടു കഴിഞ്ഞാ കൊണ്ടുപോകും. നമ്മളെ അറിയാലോ, നമുക്ക് ഇതൊക്കെ വിൽക്കാൻ പാടില്ല. അപ്പൊ ബാക്കി ഇത് സ്ക്രിപ്റ്റ് വല്ലതും ആണോ? നിങ്ങൾ ഒരാള് പറ, കുറച്ച് ഡയലോഗായിട്ട് പോവല്ലേ? അപ്പോ ഇത് രണ്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഉള്ള കുറഞ്ഞ ഗൺസ് കൊണ്ടുപോയി സ്കാം ചെയ്ത് ആൾക്കാർക്ക് സെല് ചെയ്യുന്നു, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. സോ ഒരു സെക്കൻഡ്. പോയാ അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാം. ഇത് നല്ല ബിസിനസ് ആണെങ്കിൽ തോന്നല്ലേ? ഇപ്പൊ തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചല്ലോ. മൊത്തം കാണട്ടെ ആദ്യം. എനിക്കതിലില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇൻട്രസ്റ്റ് ചെയ്യണ്ട, നീ ഇതെന്താ ബിസിനസ് ഐഡിയ ഒന്നും ഇല്ലേ? കാണട്ടടാ. വാറ്റ്? we are starting it. Media. കാട്ടിലും മലമുകളിലും നമ്മുടെ രാജ്യം മെനിങ് സ്പോട്ടിലും പഠിക്കാം ക്ലബ്സ് എല്ലാം വരും ദിലുറപ്പിക്കാം കയറി പണി തുടങ്ങും നേരം മരം വെട്ടും വീമും മണ്ണ് വെട്ടും സേതുവും ദിവ്യ തണലിൽ അവർ കാണും പുതി ക്രീമും സൃഷ്ടിച്ച സാധനങ്ങൾ പാക്കറ്റ് മാറ്റി പ്രീവിയസ് സ്റ്റോറേജിലേക്ക് വണ്ടികൾ കയറ്റി Bring it to the storage, TVS storage കൽപ്പുകൾ ഉണ്ടാക്കി സാധനം ഇന്നത്തെ പോരാ. Bring it to the storage, TVS storage ഗാങ്സ്റ്ററുടെ കയ്യിലെ ദൈവത്ത് തോക്കുകൾ വിലയും പറഞ്ഞു കാശും വാങ്ങിപ്പോയിക്കോ. വാതിൽ തുറന്നു കഴിഞ്ഞു TVMA പണിയിൽ ഇറങ്ങാം. ചെരുപ്പും മാർദി പൂൾസും എടുത്ത പഴയൊരു തോക്കിനെ പുതിയതാക്കി മാറ്റി ചേർത്തുകൾ പൂട്ടി വണ്ടികൾ രകി ആറാൻ കയർ പേര് കേട്ടാൽ ഞെട്ടും. മിസ്റ്റർ എച്ചിന്റെ കയ്യിൽ ഗണ്ണുകൾ എത്തും. We never stop. സിനിമ അപ്പോ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, നമ്മളെ ബിസിനസിന്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഞാൻ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒരു സ്മോൾ ഒരു ഇൻട്രഡക്ഷൻ തരാം. ബാക്കി നമ്മുടെ രായൻ ആയിരിക്കും തിരുവനന്തപുരം രായൻ ആയിരിക്കും നമ്മള് ബാക്കി തരുന്നത് പറഞ്ഞു തരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ സിറ്റിസൺ എന്തെങ്കിലും ചെയ്യാൻ തുടക്കം കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് മറ്റേതാണ് കേട്ടോ. എടാ വാസുവേ, ആണുങ്ങളില്ലാത്ത അതില്ലേ ആ സാധനം എടുക്കട്ടെ. ഇത് കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നത്. അപ്പൊ നമ്മുടെ സിറ്റിസൺ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ചാ? പിന്നെ സിറ്റിസൺ ഇപ്പൊ അങ്ങനെ വലുതായിട്ടില്ല. ക്ലബിന് വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. നമ്മുടെ ഗാങ്സിൽ സ്ലോട്ടില് കേറാൻ പറ്റാത്ത പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല.
ഇല്ല. അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബിസിനസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ നിഞ്ചു ആ ഫോട്ടോ ഒന്നിട്ടാവും. ഫോട്ടോ അപ്പോ ജസ്റ്റ് ഞാൻ ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ തരാം. അതിനുശേഷം ഞാൻ ഡയനെ വെൽക്കം ചെയ്യുമായിരിക്കും. അപ്പോ ഈ ഒരു ഇമേജ് വരട്ടെ. നൈസ് പ്രസന്റേഷൻ. പക്ഷെ കഴിഞ്ഞ അവന്മാരൊന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇതല്ല നിഞ്ചു. ഓക്കെ, സോ ദിസ് ഈസ് അവർ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബിസിനസ്, നമ്മുടെ TV ബിസിനസ്. അതായത് നമ്മൾ 2 മൈനിങ് ഏരിയയും 2 ലംബർജാക്ക് ഏരിയ എടുക്കുന്നു. നമ്മൾ അത് ക്ലബ്ബുകാർക്ക് കൊടുക്കുന്നു. ക്ലബ്ബ് എംപ്ലോയീസിനെ എടുക്കുന്നു. അവര് എംപ്ലോയീസ് എടുക്കുന്നു. അവര് ബാക്കി നമ്മുടെ പ്രോഡക്ട്സും കാര്യങ്ങളും TV സ്റ്റോറേജ് തരുന്നു. അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ മിസ്റ്റർ എക്സിന് കൊടുക്കുന്നു. മിസ്റ്റർ എക്സ് ബാക്കിയോട് കൊടുക്കുന്നു. ഇതാണ് ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. സോ ഞാൻ ഐ ആം വെൽക്കമിങ് റയൻ ടു ഇൻട്രൊഡ്യൂസ് എവരിതിങ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സീരിയസ് ആവാണ്. കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അപ്പം ഇവിടുത്തെ സിറ്റിയിൽ മാത്രമല്ല, നമ്മളൊരു TV ഒരു ബിസിനസ് കൊണ്ടുവരുമ്പോ അത് നമ്മുടെ ഗ്യാങ്ങിന് മാത്രമല്ല, എൻറ്റയർലി സിറ്റിയിൽ തൊട്ട് എല്ലാവർക്കും ആ ഒരു ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയണ്ട, ഒരു ഓൾ ഇൻ വൺ എന്നുള്ള ഒരു ബിസിനസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്പർ ഞാൻ വരച്ച് വേണം കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ആണ്. ഓക്കെ, മൈനിങ് ആൻഡ് ലംബർ ജാക്ക്. ഓക്കെ, മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ പോലെ ഗൺ. ഓക്കെ, വെയിറ്റ്, ആദ്യം അതിന് ഗണ്ണിന്റെ കാര്യം വെച്ച് തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അതായത് ഗണ്ണിന്റെ ഡെലിവറി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് മൈനിങ്ങിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ TV പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം 2 മൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ 2 ലംബർ. ഈ ലംബർ ജാക്ക് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണിന്റെ ബുള്ളറ്റ്സ്. ഓക്കെ, അതായത് ബുള്ളറ്റ്സ് നമുക്ക് ലംബർ ജാക്കിൽ കൂടെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാണും ഇതെങ്ങനെ സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ മൈനിങ് ഏരിയ, അതായത് നമ്മളെ 2 മൈനിങ് ഏരിയ നമ്മള് ലീസിന് ക്ലബ്ബുകാർക്ക് കൊടുക്കും. മനസ്സിലായോ? അതായത് 2 മൈനിങ്ങും 2 ലംബർ ജാക്കും. ഓക്കെ, ബോർഡ് യൂസ് ചെയ്യും. അത് ഈ കാര്യം പറഞ്ഞിട്ട് കൂടി. അപ്പം 2 മൈനിങ്ങും 2 ലംബർ ജാക്കും നമ്മള് ക്ലബ്ബുകാർക്ക് ലേലത്തിന് കൊടുക്കും. സോ അവർക്ക് കോള് വിളിച്ച് ആ 2 മൈനും അവർക്ക് എടുക്കാം. 2 മൈനും 2 ലംബർ ജാക്കും. ഓക്കെ, വൺസ് അവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മൈനും 2 ലംബർ അവരെ പേര് കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ബിസിനസ് ആയിട്ട് അവർക്ക് തുടരാം, ക്ലബ്ബുകാർക്ക്. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത് ഞാൻ പ്ലാൻ വരച്ചുതരാം, എന്താണ് പ്ലാൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, ബോർഡ് വലുതൊക്കെ എങ്ങനെയല്ലോ. ഷോർട്ട് ബോർഡ് കാണോ? Rayu, you can do it. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലംബർ ജാക്ക് വെച്ച് എങ്ങനെ ഉണ്ട ഉണ്ടാക്കുന്നേ? തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചാറ്റത്തിൽ കുറെ ബോറിംഗ് ആസ് ഫക്ക്. എടാ, RP എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മറ്റേ സർക്കസിലെ കോമാളിയെ പോലെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് മനസ്സിലായോ? അങ്ങനത്തെമാരെ മാത്രം കണ്ടാൽ മതി. RP ആണ്, ബഫൂൺസിനെ കൊണ്ട് വെച്ചിരിക്കുവല്ല അവിടെ. ഞാനൊന്ന് പടം വരയ്ക്കാൻ കിടിലോ അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് നീ വരച്ചായിരുന്നു? സോ ഫസ്റ്റ് വന്നേക്കുന്ന 1 അതെന്ന് പറഞ്ഞ സിറ്റിസൺ ആണ്. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്യും. വരച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് സിറ്റിസൺസ് നേരെ ലംബർ ജാക്കിൽ അല്ല മൈനിങ്ങിൽ പോയി ഗ്രൈൻഡ് ചെയ്യും. അവിടെ 3 ഐറ്റംസ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കിട്ടും. അതായത് കോൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ ഇവര് നേരെ സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഓൾറെഡി മേടിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലബ്ബ് ഓൾറെഡി നമ്മുടെ ഇന്ന് മൈന് മേടിച്ചു. മൈനിങ് ക്ലബിനുള്ളതാണ്. ഓക്കെ, അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി ഈ സിറ്റിസൺസ് വന്നിട്ട് മൈനിങ്ങിൽ ജോബ് എടുക്കും. ജോബ് ചെയ്തിട്ട് ആ ജോബ്
നേരെ ലൈക്ക് ചെയ്തിട്ട് അതിന്റെ നമ്മളെ മൈനിങ് ചെയ്യ ആ ഐറ്റം സെല് ചെയ്യുന്നത് ക്ലബിന്റെ സ്റ്റോറേജിലായിരിക്കും സെല് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സെല്ലിൽ നിന്ന് നമ്മൾ അവർ സ്റ്റോറേജ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻകം കിട്ടും. സോ സിറ്റിസൺസിന് ഇൻകം കിട്ടും. അങ്ങനെ ഒരു സൈഡിൽ നിന്ന്. ഓക്കെ, സോ ഇനി നമ്മളിന്ന് ക്ലബ്ബുകാർ പൈസ ലേലത്തിന് കൊടുത്തിട്ട് പൈസയ്ക്കാണ് അവർ മേടിച്ച, അവർക്ക് എങ്ങനെ ഇൻകം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് നിറയുമ്പോൾ ഇവര് നമ്മള് TVA ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഓക്കെ, ആ ഷോപ്പിന്റെ അകത്ത് ഇവര് വന്ന് അവിടെ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് ഇൻകം കിട്ടും. മനസ്സിലായി? അതായത് ഇപ്പം സിറ്റിസണിന് ഇപ്പൊ 1 ലക്ഷം രൂപ, ഒരു എക്സാമ്പിൾ പറയാണ്, 1 ലക്ഷം രൂപയാണ് അവർക്ക് മൈനിങ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ക്ലബ്ബുകാർ ഇത് കൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഇൻകം. മനസ്സിലാവും? അപ്പം നമ്മൾ നോക്കുമ്പോൾ സിറ്റിസണിനും ജോബിന് ഇൻകം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലബ്ബുകാർക്കും ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 2 സെക്ഷൻ കഴിഞ്ഞു. ആ ടൈമിൽ തന്നെ ലെമ്പർ ജാക്കും സെയിം പ്രോസസ്സാണ്. ലെമ്പർ ജാക്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഷോപ്പിൽ കൊണ്ട് സെല്ല് ചെയ്യുക, സെയിം പ്രോസസ് തന്നെ ഇത് വരുന്നത്. ഈ രണ്ടും സെല്ല് ചെയ്യുന്നത് സ്റ്റീവിയുടെ ഷോപ്പിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീവിയുടെ ഷോപ്പിൽ നിങ്ങൾ വീഡിയോ കണ്ട പോലെ സ്റ്റീവിയ ഫാക്ടറി എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് സ്റ്റീവിയുടെ ഫാക്ടറിയാണ്, അവിടെയാണ് എല്ലാം ഇത് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഷോപ്പിന്റെ അകത്ത് നമ്മളെ ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് കൊണ്ട് സെല്ല് ചെയ്യാം. കാരണം ഈ കുറഞ്ഞ ഗണ്ണ് കൊണ്ട് നമ്മളെ കൊണ്ട് ഒരു ഉപയോഗമില്ല. നമ്മുടെ ഗ്യാങ് ഹൗസിൽ തന്നെ വന്ന് എടുത്താൽ ഒരു സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി പോയാൽ തന്നെ അതിന്റെ അകത്ത് ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് ആണ് അതിന്റെ അകത്ത് ഇരിക്കുന്നത്. അതേപോലെ ആ കുറഞ്ഞ ഗണ്ണ് എടുത്തിട്ട് മറച്ചു വെക്കുന്നതും മറ്റ് പല പല പരിപാടികളും നടക്കുന്നുണ്ട് സിറ്റിക്കകത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗൺസ് ആവശ്യമില്ലാത്ത ഗൺസ് എല്ലാം കൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന എത്ര രൂപയ്ക്കാണ് മേടിക്കുന്ന ഗണ്ണിന്റെ ഒരു 1%, അതായത് ഒരു 1 ലക്ഷം രൂപ സംതിങ് ഒരു റേറ്റ് നമുക്ക് ആ സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടും. അതായത് TVA ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ആ ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ, അതായത് നമ്മൾ മെയിൻ ആയിട്ട് പറയാനുള്ള പോയിന്റ് വരുന്നത്. അതായത് TVയില് ഇപ്പോഴത്തെ കറന്റ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 35 സ്ലോട്ടാണ് ഉള്ളത്, ആണോ അല്ലേ? അപ്പം നമ്മള് കറന്റ് നമ്മള് ഭയങ്കര ഇതിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇപ്പൊ 30 ബാക്കി എന്ന് പറഞ്ഞാൽ 10 പേരുണ്ട്. ഈ 10 പേര് ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവ് ആണ്. അണ്ണൻ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ആരൊക്കെ ആഡ് ചെയ്യണം, ആഡ് ചെയ്യണം. സോ വീക്കിലി അണ്ണൻ മാറ്റുന്ന ആ ഇപ്പൊ ഒരു കറന്റ് ഒരു 10 കൂട്ടിക്കോ, 10 പ്ലേയേഴ്സ് നമ്മുടെ ബിസിനസ് ആയിരിക്കും നോക്കുന്നത്. അതായത് TVA ഫാക്ടറി ആയിരിക്കും അവർ മാനേജ് ചെയ്യുന്നത് ആ 1 വീക്ക്. മനസ്സിലായി? സോ അണ്ണന് കൺഫ്യൂഷൻ കാണും, ആ ഫാക്ടറിയിൽ എന്തായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വൺസ് നമ്മള് ക്ലബ്ബുകാർ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന നമ്മളെ ഐറ്റംസ് നേരെ ഇവര് ട്രക്ക് വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടെ? TVA ഫാക്ടറിയിലോട്ട്. ഓക്കെ, TVA ഫാക്ടറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ചെയ്യുന്നതിന്റെ പ്രൊഡക്ട്സും വരും, ലംബർ ജാക്കിന്റെ പ്രൊഡക്ട്സ് വരും, അതോടൊപ്പം തന്നെ ഗൺസും വരും, നമ്മുടെ റിപ്പയർ ചെയ്യാനുള്ള ഗൺസും വരും. ഈ 3 സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ TVയുടെ ഫാക്ടറിയിലോട്ട് വരും. സോ ഇത് കഴിഞ്ഞ ശേഷം നമ്മളെ മാനേജേഴ്സ്, അതായത് TVA വർക്കേഴ്സ് അല്ല, മാനേജ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഹയർ ചെയ്യാൻ പറ്റും പുറത്തുനിന്നുള്ള ആൾക്കാരെ. അതായത് ഇപ്പൊ നമുക്ക് അറിയാന്നുള്ള പിള്ളേരോ അല്ലെങ്കിൽ നമ്മളെ കൂടെ നല്ല രീതിയിൽ RP ഹെൽപ്പ് ചെയ്യുന്നവർക്കോ നമുക്ക് ജോലി ഹയർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതായത് അവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ നമ്മളെ ജോബിന് വേണ്ടി അവർക്ക് വന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ഇന്റർവ്യൂ സെക്ഷൻ തന്നെ ഇവർക്ക് ഒരു RP സെക്ഷൻ തന്നെ അതിന്റെ അകത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇറങ്ങിപ്പോയ ഇവർക്ക് അവിടെ ഒരു RP ആയിട്ടുണ്ട്. വീക്കിലി നമ്മൾ ഇത്രയും ടാർഗറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഗണ്ണ് വരുന്നതിനനുസരിച്ച് അത് റിപ്പയർ ചെയ്യാണ് അവരെ പരിപാടി. അവിടെ നിന്ന് വന്ന ഈ ഐറ്റംസ് വെച്ചിട്ട് വേണം അവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗണ്ണിനെ റിപ്പയർ ചെയ്ത് ഗണ്ണിനെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടി അവിടെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ ക്രാഫ്റ്റിംഗ് പരിപാടി എല്ലാം നടക്കുന്നത്. മനസ്സിലായോ? അതായത് അപ്പൊ ഈ ഹയർ ചെയ്ത 15 പേരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. വൺസ് നമ്മുടെ 1 വീക്ക് കഴിഞ്ഞ് 7ാമത്തെ, അതായത് സൺഡേ വരുന്ന ദിവസം നമ്മൾ ചെക്ക് ചെയ്യും ഈ 15 പേരില് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് നോക്കും. വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ അവരെ ഫയർ ചെയ്യും. ഓക്കെ, ഫയർ ചെയ്ത് പുതിയ ആളെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീക്കില് നമ്മളെ നെക്സ്റ്റ് വീക്കില് TVയിൽ നിന്ന് സ്ലോട്ടിൽ നിന്ന് മാറുന്നവര് മാനേജേഴ്സ് ആയിട്ട് വരും. അവിടെ അവരായിരിക്കും അടുത്ത പുതിയ ടീമിനെ ഹയർ ചെയ്യുന്നത്. അങ്ങനെ വീക്കിലി മനസ്സിലായി ഇനാക്റ്റീവ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഈ അകത്താക്കുകയും ചെയ്യും, പുറത്താക്കുകയും ചെയ്യും. അത് വീക്കിലി നടക്കുകയും ചെയ്യും. സോ ഇനി ഇവിടെ നിന്ന് റിപ്പയർ ആയ ഗണ്ണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് ടു സെൽ ലൈക്ക് മിസ്റക്സ്. മനസ്സിലാവും? ഈ ഗൺസ് നമ്മൾ മിസ്റക്സിന് സെല് ചെയ്യുന്നുണ്ട്, അവര് അത് ഗാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു സർക്കിൾ ആണ്. ഇതിലൊരു ഗാങ് മാത്രമല്ല, എൻറ്റയർലി സിറ്റിയിൽ എല്ലാവരും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. കുറച്ചു മുമ്പ് കുറച്ച് ഡൗട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതില് എൻറ്റയർലി സിറ്റി ഒരു ഗാങ് അല്ല നടത്തുന്നത്,
എൻറ്റയർലി സിറ്റിയിലുള്ളവരാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. സോ ഇതിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എത്ര പേരെ കണക്ട് ചെയ്ത് നിങ്ങളൊന്നും ജസ്റ്റ് ആലോചിച്ച് ഇത് കിടിലോ ഐഡിയ ചെയ്ത് ഹൈറാർക്കിയിൽ ഇരിക്കുന്നവർക്ക് വരെ ഈ ഒരു ബിസിനസ്സിൽ പാർട്ടുണ്ട്. സോ ഇതാണ് ബിസിനസ് ഐഡിയ, അല്ലെങ്കിൽ എന്റെ ടീമിന്റെ ബിസിനസ് ഐഡിയ. ഓക്കെ, ഹലോ, ഓക്കെ അല്ലേ? അടിപൊളി അടിപൊളി. ഇതൊരു കിടിലോ ഐഡിയ ആണ്. ഇത് ഞാൻ പറയാം, ഫ്രം സിറ്റിസൺ ക്ലബ്ബ്, ഗാങ്സ്, മിസ്റ്റർ എക്സ് എല്ലാരും ഉൾപ്പെടുത്താൻ പറ്റിയൊരു സാധനമാണ്. What do you think, അപ്പാപ്പൻ? അപ്പാപ്പൻ പോസിബിൾ അല്ല? പോസിബിളാ. അത് ഇല്ലീഗലാ. അതായത് അതിന്റെ അകത്ത് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ലീഗൽ പ്ലസ് ഇല്ലീഗൽ ആണ് ഇവിടെ വരുന്നത്, മനസ്സിലായോ? സോ പുറത്തുനിന്ന് നോക്കുമ്പോ നമ്മൾ ഈ മൈനിങ് ചെയ്യുന്നവര് ലീഗൽ ബിസിനസ് ആണ്. അവര് പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനം നേരെ ഷോപ്പിൽ കൊണ്ടുവന്നത് ലീഗലാണ്. അത് നേരെ TVA ഫാക്ടറിയിലോട്ട് പോകുന്നത് ലീഗലാണ്. പക്ഷെ TVA ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ട് മാറുന്നു, മനസ്സിലായി? ആ ഇല്ലീഗൽ ഗൺസ് നേരെ മിസ്റ്റർ എക്സിന് കൊടുക്കുന്നു, അതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി. അത് ഗ്യാങ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, സിറ്റിസൺസ് അല്ല. സോ ഇത് 2 ഐഡിയ ആണ് വരുന്നത്, ലീഗൽ പ്ലസ് ഇല്ലീഗൽ ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞ ഓൾ ഇൻ വൺ. അതാണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞത്, ഈ നമ്മൾ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ഐഡിയ ഓൾ ഇൻ വൺ ആണ്, മനസ്സിലായി? എല്ലാവർക്കും TVA എന്ന് പറഞ്ഞ ഒരു ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ അത് എല്ലാവർക്കും പാർട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ മറ്റേ തലതെറിച്ച അപ്പൂപ്പന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറെ വേണമെങ്കിൽ ഗൺസിനൊക്കെ പല പല കളറ് അങ്ങനത്തെ ഡിസൈൻസ് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ ഐഡിയാസ്. ദിസ് ഈസ് അവർ ഐഡിയ. താങ്ക് യു സോ മച്ച് ഫോർ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ഐഡിയയിൽ ബുള്ളറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളേ. അല്ല, ഇത് ഡ്യൂറബിലിറ്റി റിപ്പയറിംഗ് ആണ്. അല്ല, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും വിളിക്കാം. അപ്പൊ താങ്ക് യു. ഇനിയുണ്ടോ? വാസന എല്ലാരും ഒന്ന് നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് തുടങ്ങുന്ന മുമ്പേ നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യണം പ്ലീസ്. വാസോണൻ ഫോർവേഡ് ഫ്രണ്ടിലോട്ട് വരാം. എല്ലാരും വന്നു. ഞാൻ നിന്നോട്ടെ. എന്നിട്ട് ടീല് മറ്റേ ചാറ്റില് നിങ്ങൾ ജസ്റ്റ് AB അടിക്കും, എന്നിട്ട് എൻ്റർ അടിക്കാം. T/AB. നിങ്ങൾ എന്നെ ഉറപ്പിച്ചാ? അല്ല, അത് TV ആമോ പ്രീമിയം RP ആമോ സപ്ലൈ. എന്നിട്ട് നിങ്ങൾ /AP അടിക്കും, എന്നിട്ട് രാജ്യം പറയുന്നത് AP അടിക്കും /AP. ഇത് കയ്യിന്ന് പോണല്ലോ കേട്ടോ. ഒന്നുകൂടെ അടി /AP. ഓക്കെ, ഇനി അടുത്തത് ഇനിയുണ്ട്. അടുത്ത പറ. അത് ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്ന് പ്ലേസ് ചെയ്ത് AP അടിക്കാം. തുറന്നു വന്നിട്ടോ? ഇതെന്റെ ഫോട്ടോ ഇവിടെ, ഇതെന്റെ ഫോട്ടോ അല്ലല്ലോ. നമുക്കിത് ഡാമാണ്. നമുക്ക് ഒരു അണ്ണൂല്ലേ. ഇനി ഒന്നും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ W ചെയ്ത് നിൽക്കണ്ട, മൗസ് മാത്രം സ്ക്രോളാ, പിന്നെ മാറ്റിയാൽ മതി. നിങ്ങൾ /AI എൻ്റർ അടിക്കും. AI എൻ്റർ. What the fuck? Sealed. Open ammo. എന്റെ പൊന്നോ, എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണേ. രായൻ എപ്പോഴും ഇങ്ങനെയാണോ? വിഷയം സാധനം എന്തിനൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണത്. മാറ്റേ നമ്മളൊരു 2 ദിവസത്തെ ഹാർഡ് വർക്ക് ആ ഒരു വിഷമം നേരത്തെ ഒന്ന്
രായൻ കിടന്ന് ഇമോഷണൽ ആയി പോയി ഇത് ഐഡിയ ചേർത്ത് വന്നോണ്ട്. സീനില് അടിപൊളി അടിപൊളി അടിപൊളിയാടാ, കിടിലം കിടിലം. സംസാരിക്കണം കേട്ടോ അപ്പൊ ഇത് സീരിയസ് ആയിട്ട്. ഈ അസോസിയേറ്റ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. എനിക്കൊന്ന് സംസാരിക്കണം അപ്പാപ്പന്റെ അടുത്ത്. സംസാരിക്കാലോ. മോറോവർ ഇതേ രായന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. മൂന്നുപേരുടെയും പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പ്ലനേഷൻ കൊള്ളായിരുന്നു. മൈക്ക് മ്യൂട്ട് ആയിരുന്നു ചന്ദ്ര, നമ്മുടെ ഫോട്ടോ ഇല്ല കേട്ടോ. RDR കളിച്ച അവിടുന്ന് ഐഡിയ നോക്കി, ആർക്ക് എടുത്ത അവിടുന്ന് ഐഡിയ നോക്കി. നീയൊക്കെ ഇത് കളിക്കാത്ത വല്ലവരുടെ എടുക്കുന്ന ഐഡിയ നോക്കി കുഴപ്പമില്ലേ. അപ്പൊ ഈഗോ അടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞതാ, അതല്ല ഇത് ആർക്കിലുള്ള ഇത്. ഊക്കന്മാരെ വിടുക. RP പോയിട്ട് ഒരു പറി പോലും കാണാം. അമ്മമാര് കണ്ടിട്ടുള്ളതൊക്കെ വേറെ കുറെ കാര്യങ്ങളാണ്, മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് അറിഞ്ഞുകൂടാ ഇതിനെ പറ്റി. അവർക്ക് അമ്മമാരൊക്കെ വിട്. ഇത് വിഷയമായിട്ടുണ്ട്. ആരാ നീയാ? പക്ഷെ വാസു എന്നെ